യുവജനങ്ങളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി ഇന്ന് തലസ്ഥാനത്ത് നടക്കും. കവടിയാർ ഉദയ് പാലസിൽ നടക്കുന്ന പരിപാടി രാവിലെ 9:30 ആരംഭിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ നിർഭൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. നിർഭൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്ത്. തിരുവനന്തപുരം ഈ മുഖാമുഖത്തിന് തയ്യാറായി കഴിഞ്ഞോ? ഇപ്പോൾ അതിലേക്ക് ക്ഷണിതാക്കളായിട്ടുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള യുവജന പ്രതിനിധികൾ തിരുവനന്തപുരത്തേക്ക് എത്തിത്തുടങ്ങിയോ? എത്ര മണിക്കാണ് പരിപാടി? കഴിഞ്ഞ ദിവസം കോഴിക്കോടായിരുന്നു വിദ്യാർത്ഥി സമൂഹവുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഈ പറഞ്ഞ ആശയ സംവാദമുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് എപ്പോഴാണ് ആരംഭിക്കുക? ഇതിൻ്റെ ഒരു ഔട്ട്കം പ്രതീക്ഷിക്കുന്നത് എന്താണ്? ശരത്ത് സൂചിപ്പിച്ചതുപോലെ വിവിധ വിഭാഗങ്ങളിലുള്ള തലമുറകളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നതിനിടെ ഏറെ പ്രാധാന്യമുള്ള കാര്യം. കോഴിക്കോട് വെച്ചായിരുന്നു ഇതിൻ്റെ ആരംഭം. അപ്പോൾ വിദ്യാർത്ഥികളുമായിട്ടായിരുന്നു ഇതിനെ സംബന്ധിച്ച് ആശയവിനിമയം മുഖ്യമന്ത്രി നടത്തിയത്. ഇന്ന് യുവജനങ്ങളുമായിട്ടാണ്, തലസ്ഥാന ജില്ലയിൽ വെച്ചിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഉദയ് പാലസ് കൺവെൻഷൻ സെൻറ്ററിലാണ്, കവടിയാറിലാണ്. നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ മേഖലകളിൽ പ്രതികരിക്കുന്ന പ്രൊഫഷണലുകൾ, ഒപ്പം തന്നെ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന കാർഷിക രംഗത്തുള്ളവർ, കായിക രംഗത്തുള്ളവർ, അങ്ങനെ സമസ്ത സാംസ്കാരിക രംഗം, അങ്ങനെ വിവിധ മേഖലയിലുള്ള ഒരു പരിച്ഛേദമായിരിക്കും ഇവിടെ കൺവെൻഷൻ സെൻറ്ററിലെത്തുക. രാവിലെ തന്നെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ എത്തിത്തുടങ്ങി. കാസർഗോഡ് മുതൽ സംസ്ഥാനത്തിൻ്റെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെയുള്ള യുവജനങ്ങളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എത്തിത്തുടങ്ങിയതേ ഉള്ളൂ. രജിസ്ട്രേഷൻ കൗണ്ടറിൻ്റെ താഴ്വശമാണ്, മുകളിൽ ഹാളിലാണ് മുഖ്യമന്ത്രി ഇവരുമായി സംവദിക്കുക. ഇപ്പോൾ എത്തിച്ചേർന്ന യുവജനങ്ങളുമായി നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവരിവിടെയുണ്ട്. ശരത്ത്, എങ്ങനെയാണ് ഈ പരിപാടിയെ കാണുന്നത്? എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെ ടീം കേരള എന്നൊരു സന്നദ്ധ സേനയുണ്ട്. ആ ഒരു സേനയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നവകേരള സദസ്സ് വലിയൊരു വിജയമായി. അപ്പോൾ അതിനെ തുടർന്ന് തന്നെ നമ്മളുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ യുവാക്കളുടെ ആശയങ്ങളെക്കുറിച്ചുമൊക്കെ സംവദിക്കാൻ ഇത്തരത്തിലൊരു അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷം. അത് ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. ഇന്നിവിടെ വരാൻ കഴിഞ്ഞതിലും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷം തോന്നുന്നു. ഈ നമ്മുടെ വിവിധ മേഖലയിലുള്ള ജനങ്ങളുമായി, അതായത് കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ച് 3-ാം തീയതി വരെ തുടരുന്നൊരു പരിപാടിയാണ് മുഖ്യമന്ത്രി ഇത് സംഘടിപ്പിക്കുന്നത്. ഉദ്ദേശം കേരളത്തിൻ്റെ പൊതുവികസനത്തിന്, ഭാവി കേരളത്തെ സൃഷ്ടിക്കുന്നതിന്, പുനർനിർമ്മിക്കുന്നതിനൊക്കെ തന്നെ എല്ലാ മേഖലയിലുള്ളവരുടെ അഭിപ്രായം തേടുക എന്നുള്ളതാണ്. ഇത് സമീപകാലത്തൊന്നും സാധാരണ കേരളത്തിൽ ഭരിച്ചിരുന്ന സർക്കാരുകളൊന്നും ജനങ്ങളെ ഇങ്ങനെ കേൾക്കുകയും വികസന കാര്യങ്ങളുടെ അഭിപ്രായം തേടുന്ന ഈ ഒരു പതിവില്ല. അതിനൊക്കെ ഒരു പുതിയ മാറ്റമാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഒരു മാറ്റത്തെ, ഇങ്ങനെ എല്ലാ മേഖലയുള്ള ജനങ്ങളെ കാണാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ എങ്ങനെയാണ് കാണുന്നത് യുവജനങ്ങൾ എന്ന നിലയ്ക്ക്? ഒരു യുവജനത്തിലെ പ്രതിനിധി എന്ന നിലയിൽ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. ഇതിലൂടെ തന്നെ നമ്മുടെ സമൂഹത്തിലെ എല്ലാ മേഖലകളിലെയും യുവജനങ്ങളുടെ സ്പന്ദനങ്ങളും, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതിനെക്കുറിച്ചും അവരുടെ ആശയങ്ങളും കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നു. അത് നവകേരള നിർമ്മിതിക്ക് വളരെ വലിയൊരു സംഭാവന ചെയ്യുന്നതായിരിക്കും. ശരത്ത്, ഞാൻ അവരോട് ചോദിച്ചുകൊണ്ട് നിന്നപ്പം തന്നെ ഇതിൻ്റെ ഇവിടുത്തെ ഒരുക്കങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി യുവജനക്ഷേമത്തിൻ്റെ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രി സജി ചെറിയാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴാണ് എത്തി വേദിയുടെയും 9:30 പരിപാടി ആരംഭിക്കുമ്പോൾ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ, അവസാനഘട്ട ഒരുക്കങ്ങളുടെ പരിശോധന നടത്തിയ ശേഷമാണ് മന്ത്രി പുറത്തേക്ക് വന്നത്. മന്ത്രിയോട് തന്നെ ശരത്ത് കാര്യങ്ങൾ ചോദിക്കാം. അതായത് സംവാദ പരിപാടികൾ കോഴിക്കോട് നിന്ന് ആരംഭിച്ചു. ഇന്ന് യുവജനങ്ങളുമായി സംവദിക്കുന്നത് തലസ്ഥാന നഗരത്തിൽ നിന്നാണ്. മുഖ്യമന്ത്രി എല്ലാവരെയും കേൾക്കുന്നു, സമസ്ത മേഖലയിലെ ജനങ്ങളും എത്തുന്നു. എങ്ങനെയാണ് ഈ പരിപാടിയെ സംഘാടനത്തെക്കുറിച്ചുള്ള അഭിപ്രായം? നമ്മളിപ്പോൾ 2000 ആളുകളാണ് ഇന്നത്തെ പരിപാടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മുടെ വിവിധ മേഖലകളിൽ പ്രമുഖരായിട്ടുള്ള 18 വയസ്സിന് 40 വയസ്സിനിടയ്ക്കുള്ള യുവാക്കളെയാണ്, യുവതികളെയാണ് നമ്മളിവിടെ ക്ഷണിച്ചിട്ടുള്ളത്. ക്ഷണിച്ചവരെല്ലാവരും എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്താനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് എല്ലാവരിലും എത്തത്തില്ലെങ്കിലും എഴുതി കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ രാവിലെ കൃത്യം 9 മണിക്ക് തന്നെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് ഒരു 9:00 കൂടി നമ്മുടെ പരിപാടി ആരംഭിക്കും. 1 മണി വരെയാണ് ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഒരു ആമുഖ പ്രസംഗത്തോടു കൂടി പരിപാടി ആരംഭിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ യുവസമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് കടക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊരു ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ മുഖാമുഖം പരിപാടി സർക്കാർ തലത്തിൽ ആലോചിക്കാനുണ്ടായ കാരണം നവകേരള സദസ്സിൻ്റെ തുടർച്ച എന്ന നിലയിൽ അവിടെ ഉയർന്നു വന്ന ചില പ്രശ്നങ്ങൾ, അവിടെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ 200-250 ആളുകൾ പങ്കെടുക്കുന്ന എല്ലാ സെക്ടറിലും പെടുന്നവരാണ് ഒരുമിച്ച് വരുന്നത്.
എല്ലാ സെക്ടറിലും ഇപ്പോൾ കലാരംഗത്ത്, കായിക രംഗത്ത്, അല്ലെങ്കിൽ യുവജന രംഗത്ത്, പല മേഖലയിൽ നിന്നുള്ളവർ ഒരുമിച്ചിരിക്കും. കാർഷിക മേഖല, ഇൻഡസ്ട്രി. പക്ഷെ ഇവിടെ വന്നപ്പോൾ പ്രത്യേകത അതിൽ നിന്നും കുറിച്ച് വ്യത്യസ്തമായി ഒരു സെക്ടറിൽ പെടുന്നവരെ മാത്രം വിളിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളെ മാത്രം വിളിച്ചു. അപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഭാവി എന്താണ്, അവരുടെ അഭിപ്രായങ്ങൾ. ഇപ്പോൾ യുവാക്കളെ വിളിക്കുന്നു, എന്താണ് കേരളത്തിലെ ഭാവി. ഇപ്പോൾ യുവാക്കൾ കേരളം വിട്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ. അപ്പോൾ അവർ കേരളത്തിൻ്റെ ഭാവി വളർച്ചയ്ക്ക് എങ്ങനെയാണ് അവരുടെ കഴിവുകൾ ഇവിടെ വിനിയോഗിക്കാൻ കഴിയുന്നത്, അവർക്കുള്ള അഭിപ്രായങ്ങൾ എന്താണ്, ആശങ്കകളുണ്ടോ. ഇപ്പോൾ 25 തൃശ്ശൂരിൽ സാംസ്കാരിക മേഖലയിൽ കലാരംഗത്ത് ഉള്ള മുഴുവൻ ആളിനെ വിളിച്ചിരിക്കുന്നു. സ്ത്രീകളുടെ പ്രത്യേക ഒരു മുഖാമുഖം പരിപാടി, തൊഴിലാളികളുടെ പ്രത്യേക മുഖാമുഖം പരിപാടി, പിന്നോക്ക നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രത്യേകം, ഇങ്ങനെ ഓരോ സെക്ടറിലും പെടുന്നവരെ പ്രത്യേകം വിളിക്കുക. അപ്പോൾ അവർക്ക് അവരുടേതായ മാത്രം കാര്യങ്ങൾ ഒരു 3-4 മണിക്കൂർ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ മുഖാമുഖം പരിപാടിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സംസ്ഥാനത്ത് നവകേരള സദസ്സിൻ്റെ ഒരു ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 1000 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചു. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുക. ഇത് ഒരു വളരെ ഡെമോക്രാറ്റിക് ആയിട്ട് സിസ്റ്റമാണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് നടക്കാത്ത ഒരു ജനാധിപത്യപരമായ ഒരു പ്രക്രിയ. കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ മാത്രം ചർച്ച ചെയ്താൽ പോരാ, അവരെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾ കൂടി ഓരോ സന്ദർഭത്തിലും അവരുടെ അഭിപ്രായങ്ങളും മുന്നോട്ട് വെക്കണം. അപ്പോൾ ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അഭിപ്രായങ്ങൾ വെക്കാം. ഇതാണ് മുഖാമുഖം കൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികളുടെ മുഖാമുഖം വൻ വിജയമായിരുന്നു, യുവാക്കളുടെ ഇന്ന് വൻ വിജയമാകും. ഇപ്പം നമ്മുടെ വകുപ്പ് എന്നുള്ള നിലയിൽ എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടെ വരുന്നവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു. അതിൻ്റെ ഒരു അന്തിമ പരിശോധന നടത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്ന് നോക്കുന്നത്. മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഈ ചോദ്യങ്ങൾ സമയക്രമമുണ്ട്, അതിനനുസരിച്ച് നമുക്കിത് പൂർത്തിയാക്കാനാകണം. അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ എങ്ങനെ, ഏത് മാനദണ്ഡം അനുസരിച്ചാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ സമയക്രമം തീരുമാനിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഒരു 10-60 പേർക്കെങ്കിലും ചോദ്യം ചോദിക്കാൻ പറ്റും. മുഖ്യമന്ത്രിയോടൊപ്പം സ്റ്റേജിൽ വിവിധ മേഖലകളിൽ പ്രമുഖരായ കുറച്ചാളുകൾ ഇരുത്തും, അവർക്ക് ചോദിക്കാം. പിന്നെ ഒരു 10-60 പേർക്ക് അവർക്ക് ചോദിക്കാൻ വേണ്ടി കഴിയും. അത് ഓരോ വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കായിക രംഗം, അവിടെയുള്ള 1-2, അല്ലെങ്കിൽ ചലച്ചിത്ര രംഗം, സിനിമ, അല്ലെങ്കിൽ നൃത്തരംഗം. അപ്പോൾ ഓരോ രംഗത്തും വന്നിട്ടുള്ളവർക്ക് ചോദ്യം. ഇപ്പോൾ മാധ്യമരംഗം, 40 വയസ്സ് താഴെ മാധ്യമരംഗത്ത് ചോദിക്കാം. അങ്ങനെ നമ്മളൊരു സെക്ടർ വൈസ് ആയിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർ എല്ലാ മേഖലയിലുള്ളവർക്ക് പ്രാതിനിധ്യം, എല്ലാ മേഖലയിലുള്ളവർക്കും പ്രാതിനിധ്യം ഉണ്ടാകും. എല്ലാ മേഖലയിലുള്ളവരും ചോദ്യം ചോദിക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവരുടെ അഭിപ്രായങ്ങൾ പറയണം. കാരണം ഒരു മേഖലയിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. യുവാക്കളെ വിളിച്ചിട്ട് എല്ലാ മേഖലയിലുള്ള ആളുകളുടെ അവരുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന മാക്സിമം വിളിക്കുക. എന്നാൽ ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കും അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾ എഴുതി കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു നല്ല ചർച്ച, നല്ല ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഈ പ്ലാറ്റ്ഫോം മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോടും വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടത് മുഖ്യമന്ത്രി എല്ലാം സശ്രദ്ധം കേൾക്കുന്നു, എല്ലാം കുറിച്ചെടുക്കുന്നു, പരമാവധി അതായത് ചോദ്യങ്ങൾ ചോദിച്ച് ഉന്നയിച്ച പ്രധാനപ്പെട്ട റിലവൻ്റ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടാണ് പോകുന്നത്. ആ നിലയിൽ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. അത് ഇവിടെയും സംഭവിക്കും. തീർച്ചയായിട്ടും മന്ത്രിമാരും കേൾക്കണമല്ലോ. ഇപ്പോൾ വകുപ്പ് മന്ത്രിയും ആ ജില്ലയിലെ മന്ത്രിമാരും പങ്കെടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ വകുപ്പ് മന്ത്രിയും കുറിക്കും. ഈ വരുന്ന വിഷയങ്ങളെല്ലാം യുവാക്കളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന കാര്യങ്ങളിൽ എല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കും. എല്ലാം ചെയ്യുക എന്ന് നമുക്ക് ചിലപ്പോൾ അസാധ്യമായിരിക്കും. ഇപ്പോൾ നവകേരളത്തിൽ വന്ന വിഷയങ്ങളെല്ലാം ഞങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി. ചിലത് നമ്മൾ നടപ്പാക്കി കഴിഞ്ഞു, ചിലത് നമ്മൾ നടപ്പാക്കാൻ പോവുകയാണ്, ചിലത് ചിലപ്പോൾ നടപ്പാക്കാൻ കഴിയില്ല. അതിൻ്റെ പല സാങ്കേതിക പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ. ഇവിടെ പറയുന്ന ഒരു കാര്യം പോലും വിസ്മരിക്കുന്ന വിഷയം ഒതുക്കുന്നില്ല. എല്ലാ കാര്യവും തുടർന്ന് പരിശോധിക്കും, ഓരോ വകുപ്പ് തലത്തിൽ പരിശോധിക്കും. ആ പരിശോധന അടിസ്ഥാനത്തിൽ ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ഇവിടെ ചെയ്യും. കാരണം ഈ മുഖാമുഖം പരിപാടി എന്ന് പറയുന്നത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിപാടി കൂടിയാണ്. ഭാവിയിൽ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്ന യുവാക്കളുടെ നിർദ്ദേശങ്ങൾ ലക്ഷ്യമിട്ടാൽ നടപ്പാക്കുക എന്നുള്ളതല്ല. അല്ലാതെ മുഖാമുഖം പരിപാടി കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് പിരിയുക എന്നുള്ളതല്ല. അത് തുടർച്ചയായ ഒരു ഫോളോ അപ്പ് ആക്ഷൻ ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. അത് ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. താങ്ക് യു മിസ്റ്റർ, താങ്ക് യു. ഈ യുവജനക്ഷേമ രംഗത്ത് പ്രവർത്തിക്കുന്ന മന്ത്രി കൂടിയാണ് സജി ചെറിയാനാണ്. അദ്ദേഹം അല്പം മുമ്പ് ഈ വേദിയിലെത്തി, ഉദയ പാലസിലെത്തി അവസാനഘട്ട ഈ പറഞ്ഞ ഒരുക്കങ്ങൾ വിലയിരുത്തി. ഈ വിഷ്വലിൽ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ടാകും. യുവജനങ്ങളൊക്കെ തന്നെ സമൂഹത്തിൻ്റെ യുവജന രംഗത്ത് നിൽക്കുന്നവർ
സജി ചെറിയാൻ മിനിസ്റ്റർ പറഞ്ഞതുപോലെ അതാത് മേഖലകളുണ്ട്. ഈ കലാരംഗത്ത്, സാഹിത്യരംഗത്ത്, കായിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ടെക്നോക്രാറ്റുകൾ, ഒപ്പം തന്നെ പ്രൊഫഷണലുകൾ, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, ഇവർക്കൊക്കെ തന്നെ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനും ആ ചോദ്യങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് കേൾക്കുകയും അവയ്ക്ക് എന്തെങ്കിലും തരത്തിൽ കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് ദിശാസൂചകമായ നിർദ്ദേശങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നെങ്കിൽ അത് ഉപയോഗിക്കുകയും കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും എന്നതാണ് മുഖ്യമന്ത്രി കാണുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാം വിവിധ മേഖലയിലുള്ളവരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊഫഷണലുകളുണ്ട്. അവരൊക്കെ ഈ പറഞ്ഞ 8:30-ക്ക് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി മന്ത്രി പറഞ്ഞതുപോലെ 9 മണിക്ക് തന്നെ അകത്തേക്ക് പ്രവേശിക്കും. അവരോട് ചോദിക്കാം. മുഖ്യമന്ത്രിയോട് ഇന്ന് സംവദിക്കാനുള്ള അവസരം ലഭിക്കുന്നു. മുഖ്യമന്ത്രി നിങ്ങളെ കേൾക്കുന്നു. എന്താണ് ഈ പരിപാടി കൊണ്ട് നിങ്ങൾ പോസിറ്റീവായി കാണുന്നത്? ഞാനിപ്പോൾ നവകേരളയുടെ ഒരു സങ്കല്പത്തിൽ നമ്മളിപ്പോൾ നമ്മുടെ കേരളം നമ്മളെങ്ങനെ ഞങ്ങൾ യുവജനങ്ങളായിട്ട് ഞങ്ങളെ എങ്ങനെ സഹായിക്കാൻ പറ്റും ഞങ്ങളറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ കേരളത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ നന്നാക്കാൻ പറ്റും എന്നറിയാൻ വേണ്ടി. ഇത്തരത്തിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ. അപ്പോൾ സാധാരണ നമ്മളൊരു സർക്കാർ ജയിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു 5 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടുക. അതുവരെ ജനത്തിന് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുക ഉള്ള അവസരം കുറവാണ്. ഒരു പ്രത്യേകിച്ച് ആ സർക്കാർ ഉദ്ദേശിക്കുന്ന തിരഞ്ഞെടുക്കുന്ന മുന്നണി അവർ നടപ്പിലാക്കാൻ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. പക്ഷേ ഈ സർക്കാർ ചെയ്യുന്നത് ഓരോ ഘട്ടത്തിലും ജനങ്ങളെ കേൾക്കുകയാണ്. ആദ്യം നവകേരള സദസ്സുപതി സാമാന്യമായ സാധാരണ ജനങ്ങളെല്ലാം പോയി കണ്ടായിരുന്നു, മുഖ്യമന്ത്രിയും സമ്പൂർണ്ണ ക്യാബിനറ്റും. അതിനുശേഷമാണ് വിവിധ മേഖലയിലുള്ളവരെ പ്രത്യേകം ക്ഷണിക്കുന്നത്. കോഴിക്കോട് ആരംഭിച്ചപ്പോൾ തന്നെ വിദ്യാർത്ഥികളെയാണ് ക്ഷണിച്ചത്. ഇവിടെ യുവജനങ്ങളെ ക്ഷണിക്കുന്നു. ഇവിടെ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ അവസരം കിട്ടിയാൽ എന്താ ചോദിക്കുക? ഞാൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കുറേ പേര് സ്റ്റുഡൻസിന് പ്രിഫറൻസ് തരുന്നില്ല. അപ്പോൾ ആക്ച്വലി ഇതൊരു നല്ലൊരു സദസ്സാണ്. കാരണം സ്റ്റുഡൻസിന് ഓപ്പണായിട്ട് എന്ത് വേണമെങ്കിലും ചോദിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അങ്ങനെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇനി ഞങ്ങൾക്ക് അടുത്ത ഓരോ ബഡ്ജറ്റ് വരുമ്പോൾ സ്റ്റുഡൻസിന് വേണ്ടി ഞങ്ങളിപ്പോൾ കേന്ദ്രീകരിച്ച് വരുന്നത് IEDC ഇന്നോവേഷൻ ആൻഡ് എൻ്റർപ്രന്യൂർ ഡെവലപ്മെൻറ്റ് സെൻറ്റർ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഓരോ കോളേജിന് എന്ത് സർക്കാർ ചെയ്യുമെന്നാണ് ചോദിക്കുക. ശരത്ത് കേൾക്കുന്നുണ്ടാകും. അവർക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഇവിടെ വരുന്നവർക്കെല്ലാം ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഭാവി കേരളത്തെ സംബന്ധിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചും യുവജന മേഖലകളിൽ തൊഴിൽ സാധ്യതകളെക്കുറിച്ചൊക്കെ അവർക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അതിനെ വളരെ പോസിറ്റീവായി സമീപിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഉണ്ടാകുന്നു. അവരെ കേൾക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃത്യം 9:30-ക്ക് തന്നെ മുഖ്യമന്ത്രിയുടെ ഈ സെക്ഷൻ ആരംഭിക്കും. 1 മണി വരെയാണ് ഈ പരിപാടി നീണ്ടു നിൽക്കുക. 8:30-ക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ച് 9 മണിയോടുകൂടി പ്രധാന ഹാളിലേക്ക് ഈ യുവജനങ്ങൾ പ്രതിനിധികൾ അകത്തേക്ക് കടക്കും. 2000 പേരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുക. 4 മന്ത്രിമാർ, തലസ്ഥാനത്ത് നിന്നുള്ള 2 മന്ത്രിമാർ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിലും ഉണ്ടാകും. ഒപ്പം തന്നെ കായിക ക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി അബ്ദുറഹ്മാനും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള സജി ചെറിയാനാണ് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുക. സമയക്രമം അനുസരിച്ച് ഏകദേശം 60 പേർക്കോളം ചോദ്യങ്ങൾ ചോദിക്കാനാകും. 2000 പേരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുക. ശരത്ത്.